നാടകകൃത്തും സംവിധായകനും നടനുമായിരുന്ന കഴിമ്പ്രം വിജയന്റെ സ്മരണയ്ക്കായി സ്മാരക സമിതി ഏർപ്പെടുത്തിയ 2ാമത് കഴിമ്പ്രം വിജയൻ സ്മാരക പുരസ്കാരം നടി തൃശൂർ എൽസിക്ക് സമ്മാനിച്ചു. വലപ്പാട് ഏങ്ങൂർ ക്ഷേത്രം ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ അനുസ്മരണ സമ്മേളന ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും നടത്തി. എൻ്റെ ആദ്യത്തെ പുസ്തകം എന്ന് പറയുന്നത് 1970 മുമ്പുണ്ടായതാണ്. 1970 മുൻപുണ്ടായതാണ് എന്ന് പറയുമ്പോൾ 1970 മുൻപ് പുസ്തകം എഴുതാനും മാത്രം ഞാൻ പ്രായപൂർത്തിയായി കഴിഞ്ഞതിന് ശേഷമാണല്ലോ അത് സംഭവിച്ചത്. ആ സ്ഥിതിക്ക് ഇപ്പോഴെൻ്റെ പ്രായം എത്ര എന്ന് ആലോചിക്കുന്നവരുണ്ടാകുക. അവർക്ക് വേണ്ടി പറയട്ടെ, 55ാമത്തെ വയസ്സിൽ 2001 പെൻഷൻ പറ്റി പിരിഞ്ഞ കോളേജ് അധ്യാപികയാണ് ഞാൻ. ബാക്കി നിങ്ങൾക്ക് വിടുന്നു. ഏതായാലും ഇവിടെ വരാനും ഈ നല്ല പരിപാടിയിൽ പങ്കുകൊള്ളാനും ഒക്കെ സാധിച്ചത് വളരെ വളരെ സന്തോഷം. ഇരിങ്ങാലക്കുടയിൽ ഈ അടുത്ത കാലത്താണ് ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ വെച്ച് പുല്ലൂർ ചമയം നാടകവേദി അവതരിപ്പിക്കുന്ന പുല്ലൂർ ചമയം നാടക രാവുകൾ ഉണ്ടായത്. അതിനു മുമ്പ് പുല്ലൂർ എന്ന കൊച്ചു ഗ്രാമത്തിലാണ് ഈ സംരംഭം ഉയർക്കൊണ്ടത്. അരനൂറ്റാണ്ടിലേറെക്കാലം നാടകരംഗത്ത് പ്രവർത്തിച്ചത് പരിഗണിച്ചാണ് അവാർഡ് തൃശൂർ എൽസിക്ക് നൽകിയത്. ഞാനിവിടെ കഴിമ്പ്രം വിജയന്റെ നാടകത്തിലൂടെ കഴിമ്പുറത്ത് വന്നതും അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ അവിടെ വീട്ടിലാണ് താമസിപ്പിച്ചത്. 2-3 നാടകത്തിന് ഞാൻ വന്നിട്ടുണ്ട്, അമിച്ചർ നാടകത്തിന് വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ പ്രൊഫഷനിൽ പോയപ്പോൾ പിന്നെ അത് പോയി. പിന്നെ ഞാൻ കാണുന്നത് കിഡ്സിൽ വെച്ചിട്ടാണ് വിജയേട്ടനെ കാണുന്നത്. ഞാൻ വിജയേട്ടനെ വിളിക്കുന്നു. എൻ്റെയൊക്കെ പ്രായം കുറവായിരിക്കും, കൂടുതലാണോ കുറവാണോ ഒന്നും അറിയില്ല, എന്നാൽ ആദ്യമേ തൊട്ട് ഞാൻ വിജയേട്ടനെ വിളിക്കാൻ, അതുകൊണ്ട് വിളിച്ചു പോകുന്നു. അങ്ങനെ കിഡ്സിൽ വന്നു. അവിടെ 2-3-4 വർഷത്തോടെ ഞാൻ ഒരുമിച്ച് ഉണ്ടായിരുന്നു. എല്ലാ നാടകങ്ങളും സംവിധാനം ചെയ്ത അദ്ദേഹം തന്നെയാണ്. അതൊക്കെ ഒരുപാട് കഥകളുണ്ട് അവിടെ, ഒരുപാട്. അതൊക്കെ പറയാൻ നിന്നാൽ ഇപ്പൊന്നും തീരുമില്ല. അതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല. പിന്നെ എന്നെപ്പറ്റി എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനിയൊന്നുമില്ല എനിക്ക് പറയാൻ. കഴിമ്പ്രം വിജയൻ സ്മാരക സമിതി ചെയർമാൻ RI സക്കറിയ അധ്യക്ഷനായി. രാഷ്ട്രീയത്തിൽ സംശുദ്ധമായ ജീവിച്ച് MLAയും MP-യും മറ്റ് ഉന്നത പദവികളിൽ സ്വീകരിച്ച് ഇപ്പോൾ സാഹിത്യത്തിലും നാടക രചനയിലും ആയിട്ട് സമയം വിലപിടിച്ച സമയം ഉപയോഗിക്കുന്ന ശ്രീമതി പ്രൊഫസർ സാവിത്രി ലക്ഷ്മൺ ഈ യോഗത്തിന് ഉദ്ഘാടകയായി എത്തിയതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അവാർഡ് നമ്മുടെ തൃശ്ശൂർ എൽസി ചേച്ചിക്ക് ഇവിടെ കൊടുക്കുന്നതിൽ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. കാരണം അതിൻ്റെ ബന്ധപ്പെട്ട വ്യക്തി ഇവിടെ ഉണ്ട്, അവർ സംസാരിക്കും. ഇന്ന് നമ്മൾ മരിക്കാത്ത ഓർമ്മകളുമായി, കഴിമ്പ്രം വിജയന്റെ ഓർമ്മകളുമായി നമ്മളിവിടെ കൂടിയിരിക്കുകയാണ്. വർക്കിംഗ് ചെയർമാൻ KR കിഷോർ അനുസ്മരണ പ്രഭാഷണം നടത്തി. പുരസ്കാര നിർണയ സമിതി അംഗം KV ഗണേഷ് പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി. നാട്ടിക മണപ്പുറത്തെ കലാ സാംസ്കാരിക പ്രവർത്തകൻ വത്സൻ പൊക്കാഞ്ചേരി, മികച്ച 2ാമത്തെ നടിക്കുള്ള സംസ്ഥാന നാടക അവാർഡ് ജേതാവ് ഗ്രീഷ്മ ഉദയ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സിനിമാ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം, സ്മാരക സമിതി ജനറൽ കൺവീനർ VC ദിലീപ്, സെക്രട്ടറി മനോമോഹൻ, KM അബ്ദുൾ മജീദ്, ബഷീർ തൃപ്പേക്കുളം, PN പ്രോവിന്റ്, കൃഷ്ണനുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഗാനാലാപനം, സുധീഷ് അമ്മവിടിന്റെ ലഘുനാടകം ഒരു ബഷീറിയൻ കള്ളൻ എന്നിവയും അരങ്ങേറി. മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി 3 പീടികയിൽ. വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ. 10 പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ, ലൈറ്റ് വെയ്റ്റ് ആൻഡ് കിഡ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ്. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മനസ്സിലിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ്. 32 വർഷത്തിന്റെ സേവന പാരമ്പര്യം. മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, 3 പീടിക.
You're watching True Line News.